പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് നബിയുടെ ആഗമനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സൂറത്തു തൗബ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും ലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള ഒരു തിരുദൂതർ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള ഒരു തിരുദൂതൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. എന്താ വാക്കിൻ്റെ ഒരു അരുമ അല്ലേ. മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം താരിഫൂനഹു ഐ നസബഹു, നിങ്ങൾക്ക് ആ നബിയെ അറിയാമല്ലോ, അവരുടെ ഗോത്രം, അവരുടെ കുടുംബം ഒക്കെ നിങ്ങൾക്കറിയില്ലേ. അജ്ഞാതനായ ഒരു വ്യക്തിയല്ല, വരുത്തനല്ല. നിങ്ങളുടെ ഇടയിൽ ജനിച്ച് നിങ്ങളുടെ ഇടയിൽ വളർന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ പറ്റി പ്രവാചകൻ പറയുന്നു, ഖറജ്തു മിൻ നിക്കാഹ് ലം ഉഖ്റജ് മിൻ സിഫാഹ്, ഞാൻ ഈ ദുനിയാവിലേക്ക് വന്നത് ഉഭയകക്ഷി ധാരണയിൽ ഹലാലായ നിക്കാഹിലൂടെയാണ് എൻ്റെ വരവുണ്ടായത്. ലം ഉഖ്റജ് മിൻ സിഫാഹ്, അനാശാസ്യത്തിലൂടെയല്ല ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? നബി തിരുമേനിയുടെ പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന, അവരുടെ വിവാഹം അതൊക്കെ കിതാബിൽ പറയുന്നുണ്ട്. ഞാൻ നിക്കാഹിലൂടെയാണ് ദുനിയാവിലേക്ക് വന്നത്. കഴിഞ്ഞ ആഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിച്ചതാണ്, ഇന്നി ഉരീദു അൻ അംദദിഹക, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മദ്ഹ് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങയുടെ പ്രശംസ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങയുടെ പ്രശസ്തി ഞാൻ പറഞ്ഞോട്ടെ. നീ പറയണ്ട എന്ന് പറഞ്ഞില്ല. ഖുൽ, നീ പറഞ്ഞോ, മുതാപ്പ പറഞ്ഞോ. മനസ്സിലായില്ലേ? ഞാൻ അങ്ങയുടെ മദ്ഹ് പറഞ്ഞോട്ടെ എന്നാര് ചോദിച്ചു? നബിയുടെ അമ്മായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃവ്യൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ അബ്ദുള്ളയാണല്ലോ ഏറ്റവും ഇളയ പുത്രൻ അബ്ദുൽ മുത്തലിബിൻ്റെ. അപ്പോൾ നബിയുടെ മൂത്താപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങയുടെ മദ്ഹ് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ, നിങ്ങൾ പറഞ്ഞോളീൻ, ലാ യഫ്ളുലില്ലാഹു ഫാക്ക്, അങ്ങയുടെ വായിക്ക് അനർത്ഥമുണ്ടാവാതിരിക്കട്ടെ, അങ്ങയുടെ വായിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. 90 വയസ്സ് ജീവിച്ച അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ത്വായിഫിലെ അബ്ബാസ് പള്ളിയുടെ ചാരത്ത് കിടക്കുന്നു. 90 വയസ്സ് വരെ ജീവിച്ചിട്ടും ഒരു പല്ല് ഇളകിയില്ല, ഒരു പല്ലിന് പോടുണ്ടായില്ല, ഒരു പല്ല് അവിടെ നിന്ന് അഴിച്ചു മാറ്റേണ്ടി വന്നില്ല, പറിച്ചു കളയേണ്ടി വന്നില്ല. കണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നബിയുടെ സ്മരണ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ്, നബിയുടെ മൗലുദ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഈരാറ്റുപേട്ടെ പ്രസംഗമായിരുന്നു. രാത്രി 1 മണിക്കാണ് കിടന്നത്. പിന്നെ സുബൈക്ക് എഴുന്നേറ്റ് ജമാഅത്തായി നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ വിശ്രമിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ അലാമത്ത് കാണുന്നത്. ഇനിയിപ്പോൾ ജുമാ കഴിഞ്ഞ് ഉടനെ ചുനക്കരയിലാണ് ഇന്ന് പ്രസംഗം. ഇൻഷാ അല്ലാഹ് ഈ 1-2 ആഴ്ച ഞാൻ വെള്ളി ശനി ഒന്ന് ലീവ് എടുക്കും. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. ഇവിടെ വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഇൻഷാ അല്ലാഹ്. കാരണം റബീഉൽ അവ്വൽ നിങ്ങൾക്കറിയാമല്ലോ, ഇച്ചിരി തിരക്കുണ്ടാവുമല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ്, അവിടുത്തെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത്, കമ്മിറ്റിക്കാരൻ, ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു. ആ വീട്ടിൽ വെച്ച് ജുബ്ബയും നീണ്ട താടിയും തൊപ്പിയൊക്കെ ധരിച്ച ഒരു തബ്ലീഗിൻ്റെ പ്രവർത്തകൻ എൻ്റെ മുമ്പിൽ വന്നു സലാം പറഞ്ഞു. ഉസ്താദെ, എനിക്കൊരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ? മോനെ ചോദിച്ചോ. ഉസ്താദെ, മൗലൂദ് ഓതാവോ?
അധിക പണ്ഡിതന്മാരും പറയുന്നു മൗലൂദ് ഓതാൻ പാടില്ല എന്ന്. അപ്പോൾ എൻ്റെ മുമ്പിൽ പത്തിരി ഇരിക്കുന്നു, കപ്പ പുഴുങ്ങിയതും ഇരിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാളോട് എങ്ങനെയാണ് മറുപടി പറയുക? ഞാൻ പറഞ്ഞ് ഇന്ന് എൻ്റെ വിഷയം ഖുർആനും ഈസാ നബിയും മറിയമും ഖുർആനിലാണ്. ഇൻഷാ അല്ലാഹ് നിനക്ക് വേണ്ടി ഞാനൊരു 10 മിനിറ്റ് ഞാൻ ഷേദിൽ അതിന് മറുപടി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ പേര് ഞാൻ പറയും, മാഹീൻ എന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ നല്ല ഒരുപാട് ആളുകൾ കൂടിയ വലിയൊരു പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സംശയം മാറി. അത്രയേ ഉള്ളൂ ഈ വിഷയം. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇത്ര വിരോധം മൗലൂദിനോട്? എന്താ മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്ക് ഭയങ്കര വിരോധമാണ് അതിനോട്. എന്താ മൗലൂദ് എന്ന് പറഞ്ഞാൽ? മൗലൂദിൻ്റെ അർത്ഥം നവജാത ശിശു എന്നാ. ആരാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി. മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ ചരിതം വായിക്കല. അത് ഗദ്യമായിട്ടും പദ്യമായിട്ടും. ഇപ്പം മങ്കൂസ് മൗലൂദ് ഷറഫൽ അനാം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണല്ലോ അത് എഴുതിയത്. വേറൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, വിഷയത്തിലേക്ക് വരാം. മങ്കൂസ് മൗലൂദ് അതിൻ്റെ തർത്തീബുകൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. എന്തായി പറഞ്ഞത്? ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയമാണ്. നോക്കൂ, നിങ്ങൾ മദ്ഹ് പറഞ്ഞോ, നിങ്ങളുടെ വായിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 5-6 വരി പദ്യമാണ് പുണ്യ റസൂലിൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പദ്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ അർത്ഥം വെച്ചല്ലോ. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദമിൻ്റെ നട്ടെല്ലിൽ സ്വർഗത്തിൽ ഇടതൂർന്ന വൃക്ഷങ്ങളുടെ ഇടയിലായിരുന്നു. അവിടുന്ന് യാത്ര തുടങ്ങി. നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ അവിടുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെ നട്ടലിലുണ്ടായിരുന്നു. സുൽബിൽ നിന്ന് റഹിമിലേക്ക്, നട്ടലിൽ നിന്ന് ഗർഭാശയത്തിലേക്ക്, വീണ്ടും നട്ടലിലേക്ക്, വീണ്ടും ഗർഭാശയത്തിലേക്ക്, അവിടെ നിന്ന് ഇങ്ങനെ തുങ്കലു നീങ്ങി 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 ഈ ദുനിയാവിലേക്കെത്തി. അവിടെ നിന്ന് വന്നത് മനുഷ്യനായിട്ടല്ല, നുത്ഫയായിട്ടാണ് ഓരോ നട്ടലിലൂടെയും അവിടെ നിന്ന് നീങ്ങിയത്. ഇത് തന്നെയാണ് മങ്കൂസ് മൗലൂദിലും പറയുന്നത്. മങ്കൂസ് മൗലൂദ് ഞാൻ ഒരിക്കൽ ഈരാറ്റുപേട്ട പുത്തമ്പള്ളിയിൽ ഖതീബായിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നു, എൻ്റെ നാട്ടിൽ തന്നെ. അപ്പോൾ അവിടുത്തെ കുതുബ്ഖാനെ കയറിയപ്പോൾ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ കണ്ടു. എൻ്റെ കയ്യിൽ ആ കിതാബില്ല. ഹാഫിൽ ഇബ്നു കസീറിൻ്റെ കിതാബാണ് അൽ ബിദായത്തു വൻ നിഹായ. എന്താ ആരംഭവും അവസാനവും, പുണ്യ റസൂൽ ജനിച്ചത് മുതൽ വഫാത്താകുന്നത് വരെ മുഴുവൻ ചരിത്രവും താരീഖ് ക്രോഡീകരിച്ചിരിക്കുകയാണ് അൽ ബിദായത്തു വൻ നിഹായ. ഞാനിങ്ങനെ അതിൻ്റെ 1-ാം ഭാഗം എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മങ്കൂസ് മൗലൂദ് അങ്ങനെ തന്നെ ആ കിതാബിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഓർക്കുകയാണ്, 6-7 കൊല്ലം കിതാബുകൾ ഓതിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ തെറ്റിദ്ധരിക്കുന്നല്ലോ. അതുകൊണ്ട് ചുരുക്കി മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രശംസ അത് സഹോദരന്മാരെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ടതാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് ഭൗതികവും പാരത്രികവുമായ ഗുണങ്ങളുമുണ്ട്. അള്ളാഹു തആല അത് സ്മരിക്കാനും പറയാനും പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലഖദ് ജാഅക്കും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന് തന്നെ ഒരു തിരുദൂതർ. ആ നബി വന്നത് മോശമായ വഴിയിലൂടെയല്ല, മനസ്സിലായില്ലേ? പ്രേമവിവാഹത്തിലൂടെയല്ല, അനാശാസ്യത്തിലൂടെയല്ല. ഖറജുതു മിൻ നിക്കാഹിൻ, സമൂഹത്തിൻ്റെ പൊരുത്തത്തോടുകൂടി നടന്ന നിക്കാഹിലൂടെയാണ് ഞാൻ ദുനിയാവിലേക്ക് വന്നത്. ലം ഉഖ്റജ് മിൻ സിഫാഹ്, ഞാൻ അനാശാസ്യത്തിലൂടെ പുറത്തു വന്നയാളല്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് ആ പ്രവാചകൻ ആരാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഭൗതികമാവട്ടെ പാരത്രികമാവട്ടെ അതിൽ ആ പ്രവാചകൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നയാളാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ സന്മാർഗത്തിൽ വളരെയധികം ആഗ്രഹമുള്ള നബിയാണ്. ഹരീസുൻ അലൈക്കും ഉണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട്, മസലീ വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ,
എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം, ഞാൻ പ്രബോധകരാണ്, നിങ്ങൾ പ്രബോധിതരാണ്. എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം കമസലി റജുലിൻ ഔഖദ നാറ, തീ കത്തിച്ച മനുഷ്യനെ പോലെയാണ്. തീ കണ്ടപ്പോൾ, വെളിച്ചം കണ്ടപ്പോൾ, പ്രകാശം കണ്ടപ്പോൾ, ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീ, പാറ്റകളും ശലഭങ്ങളും അങ്ങോട്ട് വന്നുകൊണ്ട് ആ തീക്കുണ്ടത്തിൽ വീഴാൻ തുടങ്ങി. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീ വഹുവ യദുബ്ബുഹുന്ന അൻ, ആ മനുഷ്യൻ അവകളെയെല്ലാം തടുത്തു നിർത്തുന്നു, തടഞ്ഞു നിർത്തുന്നു. ഇതുപോലെയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളെല്ലാം വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നരകത്തിന്റെ വക്കത്തായിരുന്നല്ലോ. എന്നിലൂടെ ഞാൻ നിങ്ങളെ തടഞ്ഞു നിർത്തി നരകത്തിലേക്ക് പോവാതെ നിങ്ങൾക്ക് സന്മാർഗബോധം നൽകി. ഞാൻ നിങ്ങളുടെ മടിക്കുത്തിൽ പിടിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മടിക്കുത്തിലാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണ് നരകത്തിലേക്ക്. ഷിർക്കിന്റെ ഖനാന്തകാരങ്ങളിലേക്ക് ചെന്ന് നരകത്തിൽ വീഴുന്നവരായിരുന്നു നിങ്ങൾ. ഞാൻ നിങ്ങളിലേക്ക് വന്നു ദാഇയായിട്ട്, പ്രബോധകനായിട്ട്. ഞാൻ നിങ്ങളുടെ മടിക്കുത്തിൽ കയറി പിടിച്ചു, നിങ്ങൾ എന്നിട്ടും പിടുത്തം വിട്ട് പോവുകയാണ്. ആ റസൂലുള്ളാഹി നാളെ പരലോകത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒന്നാമത്തെ വ്യക്തി, വഅവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫഇൻ, നിങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്ന ഒന്നാമത്തെ ആളാണ് ഞാൻ. ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയും ഞാൻ തന്നെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുമാത്രം ത്യാഗമാണ് ആ പുണ്യ റസൂൽ നമുക്ക് വേണ്ടി സഹിച്ചത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, പുണ്യ റസൂൽ കഅബാലയത്തിൽ നിസ്കരിക്കാൻ വന്നു കൈകെട്ടിയപ്പോൾ മറുഭാഗത്ത് അബൂജഹലും ഉതുബത്തും ഷൈബത്തും വലീദും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തും എല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, എല്ലാം കുഫാറുകളായിരുന്നു. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് ഇപ്പോൾ മണ്ണിനെ ചുംബിക്കും, മുഹമ്മദിൻ്റെ കഴുത്തിൽ നമുക്ക് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടാം, ആര് തയ്യാറ്? അപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എഴുന്നേറ്റു, ആ ഹതഭാഗ്യൻ എഴുന്നേറ്റു, ഞാൻ തയ്യാറാണ് മുഹമ്മദിനെ ഉപദ്രവിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സുജൂദിൽ കിടന്ന് അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലേക്ക് ഇട്ടു. ആടിൻ്റെതല്ല, ആടിൻ്റെ ആണെങ്കിൽ പെട്ടെന്നെടുത്ത് മാറ്റാം. ഒട്ടകത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒരുപാട്, അത് ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ശ്വാസം മുട്ടി. യുവാക്കളായ സഹാബാക്കൾ ഓടി വന്നു. മഹദി ഫാത്തിമ എന്ന് കൊച്ചു ബാലികയാ ഓടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരു രംഗമാണ് ഇത്. ബുഖാരി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് കേരളത്തിൻ്റെ കവിയും സാഹിത്യമഞ്ജരിയിൽ ഈ സംഭവം എടുത്തു പറയുന്നുണ്ട്. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരുട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനെ ലഭിച്ചുള്ളു നമുക്ക് ഭാഗ്യം. മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു സുശാന്തശീലൻ, നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ലല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ. ബുഖാരി എങ്ങനെയാണോ പറഞ്ഞത് അതിൻ്റെ കവിത വള്ളത്തോൾ സാഹിത്യമഞ്ജരിയിൽ കോറിയിട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, പലർക്കും അതറിയില്ല. മനസ്സിലായില്ലേ? അള്ളാഹു പടച്ചവൻ ഹിദായത്ത് നമുക്കെല്ലാം നൽകട്ടെ, അവർക്കും അള്ളാഹു നൽകട്ടെ. പക്ഷെ മരിച്ചുപോയില്ലേ അല്ലേ? സഹോദരന്മാരെ, നബിയെ അവർ മനസ്സിലാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ നിയോഗം അല്ലാഹു പറഞ്ഞല്ലോ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത്, ഈ മെസ്സേജ് അല്ലാഹു അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ 99 പേരുകളിൽ 2 പേര് നബിക്ക് കൊടുത്തുകൊണ്ടാണ്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് ആ പ്രവാചകൻ റഊഫ്, ദയാവായ്പുള്ളവനാണ്, റഹീം, കരുണയുള്ളവനാണ്. റഊഫും റഹീമും അല്ലാഹുവിൻ്റെ ഇസ്മ, അത് നബി തിരുമേനിക്ക് കൊടുത്തു. കാരണം നബി തിരുമേനി അള്ളാഹുവിൻ്റെ മുമ്പിൽ അത്ര മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ്. ആ പുണ്യ റസൂൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നാം താങ്കളെ അയച്ചിട്ടില്ല സമസ്ത ലോകങ്ങൾക്കും കരുണയായിട്ടല്ലാതെ. എല്ലാ ലോകത്തിനും
ഇൻസിന്, ജിന്നിന്, മലായിക്കത്തിന്, അലമുൽ ഹൈവാനാത്ത്, അലമുൽ ജമാദാത്ത് എല്ലാത്തിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗമനം, പുണ്യ റസൂലിൻ്റെ നിയോഗം റഹ്മത്താ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഹൽ അസാബക മിൻ ഹാദിഹി റഹ്മ? അല്ല, ഞാൻ എല്ലാ ലോകത്തിനും അനുഗ്രഹമാണെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഈ റഹ്മത്ത് താങ്കൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് നബിയെ. അതെന്താ? ഇന്നീ അഖ്ഷൽ ആക്കിബ, എനിക്കെൻ്റെ ആക്കിബത്തിനെ പറ്റി ഭയമുണ്ടായിരുന്നു. എനിക്കെൻ്റെ ആ ആക്കിബത്തിനെ പറ്റി ഭയമുണ്ടായിരുന്നു. കാരണം അവസാനം വരെ ഇങ്ങനെ നിൽക്കണ്ടേ? എൻ്റെ ആക്കിബത്ത് എന്താകുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. ഫ അമിൻതു, ഞാൻ നിർഭയനായത് ലിസനാഇല്ലാഹി തആല അലയ്യ ബിഖൗലിഹി, അല്ലാഹു തആല ഖുർആന്റെ ആയത്ത് കൊണ്ട് എന്നെ പ്രശംസിച്ചപ്പോ എനിക്കിനി ആക്കിബത്തിന്റെ ഭയമില്ല. അത് കാരണം താങ്കളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഈ ഖുർആൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ്. ഇദ ശംസു കുവ്വിറത്ത്, സൂറത്തു കുവ്വിറത്തിൽ തക്വീറിൽ ഇത് കാണാം. ഈ ഖുർആൻ കരീമായ ഒരു ദൂതന്റെ വാക്കാണ്. ദീ ഖുവ്വ, ആ ദൂതൻ ശക്തനാണ്. ദീ ഖുവ്വ ഇൻദദിൽ അർശി മക്കീൻ, വലിയ സിംഹാസനമുടയ അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യസ്ഥനാണ്. മക്കീൻ. ജിബ്രീലിനെ പറ്റി അള്ളാഹു പറയുകയാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി ആര് പറയുകയാ? ആര് പറയുന്നു? അള്ളാഹു പറയുകയാ. ഈ ഖുർആൻ മാന്യനായ ഒരു റസൂലിന്റെ വാക്കാണ്. മീഡിയേറ്റർ ജിബ്രീലാണ്. അള്ളാഹുവിൻ്റെയും പുണ്യ റസൂലിൻ്റെയും ഇടയിലെ മധ്യസ്ഥൻ ജിബ്രീലാണ്. ഇത് മാന്യനായ ഒരു റസൂലിന്റെ വാക്കാണിത്. ദീ ഖുവ്വ, ഭയങ്കര എനർജിയാണ്, താക്കത്താണ് അവർക്ക്. 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാം, 600 ചിറകുള്ള, ഓരോ ചിറകിലും വ്യത്യസ്ത കളറുകളിലുള്ള മുത്തുകൾ ഇങ്ങനെ തൂങ്ങിയാടുന്ന സുന്ദരനായ ജിബ്രീൽ. എന്താ ജിബ്രീലിന്റെ സൗന്ദര്യം! ആ ചിറകിന്റെ 600 ചിറകിൽ നിന്ന് ഒരു ചിറകിന്റെ മൂലയുടെ ഒരു ഭാഗം കൊണ്ട് ഒരു നാടിനെ പൊക്കിയെടുത്തിട്ട് കമത്തി കളഞ്ഞു. അത്ര ശക്തനാണ്. സ്വവർഗരതിയിൽ ജീവിച്ചിരുന്ന ലൂത്ത് നബിയുടെ ഖൗമ്, സദൂം എന്ന് പറയുന്ന പട്ടണത്തിലെ നിവാസികളെ കീഴ്മേൽ ദോശ മറിച്ചിടും പോലെ മറിച്ചിട്ട് കളഞ്ഞു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ദീ ഖുവ്വ ഇൻദദിൽ അർശി മക്കീൻ, അർശുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ കാര്യസ്ഥനാണ്. കാര്യസ്ഥനാണ്. നമ്മൾ കാര്യസ്ഥൻ എന്ന് പറയും അല്ലേ? അള്ളാഹുവിൻ്റെ കാര്യസ്ഥനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ എന്താ അള്ളാഹു പറഞ്ഞത്? മുതാഇൻ സമ്മ അമീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ വിനീത വിധേയനാണ്, അനുസരിക്കപ്പെടുന്നയാളാണ്. അമീൻ, വിശ്വസ്തനുമാണ്. കൊടുത്തുവിടുന്ന വഹിയെ എത്തിക്കാതെ വഴിയിൽ വെച്ച് മുങ്ങുന്നയാളല്ല. അള്ളാഹു കൊടുത്തുവിടുന്ന മെസ്സേജുകൾ പുണ്യ റസൂലിന് മുഴുവനായും കൊണ്ടുവന്ന് കൊടുക്കുന്ന വിശ്വസ്തൻ. എനിക്ക് ഉറപ്പായി എൻ്റെ ആക്കിബത്തിന് കുഴപ്പമൊന്നും വരൂല, അതിന് കാരണം താങ്കളാ എന്നാര് പറഞ്ഞു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചില പ്രത്യേകതകൾ. അന്നഹു കാന നൂറ, പുണ്യ റസൂല് നൂറായിരുന്നു, ലൈറ്റ്. പുണ്യ റസൂല് പ്രകാശമായിരുന്നു. ഇതാ മഷ, അവിടെ നിന്ന് ഷംസിലോ കമറിലോ വെളിച്ചത്തിലോ പിന്നെ നിലാവിലോ അവിടെ നിന്ന് നടന്നാൽ ലാ യൽഹറു ലഹു ലില്ലുൻ, നബിക്ക് നിഴൽ വെളിവാവുകയില്ലായിരുന്നു. നിഴൽ നബി തിരുമേനിക്കില്ലായിരുന്നു. നമുക്ക് നിഴലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിന് നിഴലില്ല. നോക്കൂ, മുത്തു റസൂൽ ശരീരത്തിലെ ഓരോ പാർട്ടും അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ ദുആ ചെയ്തു. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനീ നൂറാ, എന്നെ തന്നെ നീ നൂറാക്കി തരണമേ. കണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി യംശി ഫിൽ ളുലുമ, അള്ളാഹുവിൻ്റെ റസൂല് യറാ ഫിൽ ളുലുമത്തി കമാ യറാ ഫിൻ നൂർ, വെളിച്ചമുള്ളപ്പോൾ എന്തെല്ലാം കാണും അതൊക്കെ ഇരുട്ടിലും കാണുമായിരുന്നു. കണ്ടോ? കറണ്ട് പോയാൽ നമ്മൾ തീപ്പട്ടിക്ക് വേണ്ടി കിടന്ന് ഓടും അല്ലേ? കാണൂല, എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് കാണൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത,
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബാത്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ചെല്ലുന്നവർ അള്ളാഹുവിൻ്റെ റസൂൽ ആ കടന്നുപോയ ബാത്റൂമിൽ അവിടുത്തെ വിസർജനീയ വസ്തുക്കൾ ദർശിച്ചിരുന്നില്ല. മഹദി ആയിഷ പുണ്യ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവിടുത്തെ ബൈത്തുൽ ഖലാ കക്കൂസിൽ പോകുന്നത് കാണുന്നുണ്ട്, പക്ഷെ അങ്ങേക്ക് ശേഷം പോയവർ അങ്ങയുടെ ശരീരത്തുനിന്ന് പുറപ്പെട്ടതൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ അമാ അലിംതി അന്നല്ലാഹ അമറൽ അർള ബിബ്തിലാഇഹി. ആയിഷ, നീ അറിഞ്ഞില്ലേ, അള്ളാഹു തആല ഭൂമിയോട് കൽപ്പിക്കും, നബിമാരുടെ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്നത് ഭൂമിയോട് വിഴുങ്ങാൻ അള്ളാഹു പറയുന്നത് നിനക്കറിയില്ലേ ആയിഷ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഭൂമി മറ്റുള്ളവർക്ക് കാണാവുന്ന രൂപത്തിൽ വെക്കുകയില്ല, ഭൂമി അതിനെ അകത്തേക്ക് വലിക്കുമായിരുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അവിടെ നിന്ന് പറയുന്നു, മിൻ കറാമാതി അന്നീ വുലിത്തു മഖ്തൂനാ, ഞാൻ ജനിക്കപ്പെട്ടത് മഖ്തൂനായിട്ടാണ്, ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ്. മഖ്തൂഉസുർ, ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ പൊക്കിൾ കൊടി മുറിച്ചതല്ല, അത് തന്നെ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ്. ഓഹ്, എന്താ അല്ലേ, നമ്മുടെയൊക്കെ ആരോ വന്ന് കട്ട് ചെയ്തിട്ടാ പൊക്കിൽ കൊടി. അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിൽ മഖ്തൂനായിട്ടാ. വലം യറ അഹദുൻ സൗഅതി, എൻ്റെ നഗ്നത ആരും കണ്ടിട്ടില്ല, എൻ്റെ നഗ്നത ആരും കണ്ടിട്ടില്ല. ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ പ്രത്യേകത ഇമാം ബുഖാരി താരീഖുൽ കബീർ പറയുന്നു, അന്നഹു കാന ലാ യതസാഅബു, നബി തിരുമേനിക്ക് കോട്ടുവയില്ലായിരുന്നു. കോട്ടുവ നമ്മൾ വലിച്ചു വിടും എന്ന് പറഞ്ഞു അല്ലേ, ക്ഷീണം വരുന്നതിനനുസരിച്ച് കോട്ടുവ വിടും. പുണ്യ റസൂലിന് കോട്ടുവ ഉണ്ടായിരുന്നോ? ഇല്ല. നോക്കൂ, അഞ്ചാമത്തെ പ്രത്യേകതലം യഖഅലാ സിയാബി, അവിടുത്തെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഇരുന്നിട്ടില്ല. ദുബാബുൻ ഖത്തു, ഒരിക്കൽ പോലും ഒരു ഈച്ച ഇരുന്നിട്ടില്ല. ഒരു ഈച്ച, ദുബാബ് നബിയുടെ വസ്ത്രത്തിലോ ദേഹത്തോ ഇരുന്നിട്ടില്ല. വലം യകുനിൽ കുമ്മലു യുദീ തഅലീമല്ലഹ്, പുണ്യ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട് പേൻ നബിയെ ഉപദ്രവിച്ചിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഇമാം ബൂസിരി അൽഹംദുലില്ലാ, ഇമാം ബൂസിരിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞ വർഷം അള്ളാഹു ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകി. ഈജിപ്തിൽ അള്ളാഹു നിങ്ങൾക്കും. എന്തു വലിയ പള്ളിയാ, ഭയങ്കര ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ചാരത്താണ് ആ മഹാൻ കിടക്കുന്നത്, ഇമാം ബൂസിരി ആഷിഖെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മളെല്ലാം പുണ്യ റസൂലിനെ ഇഷ്ക് വയ്ക്കാൻ, സ്നേഹിക്കാൻ, പ്രേമിക്കാൻ, കാമിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ശരിക്കും നമ്മൾ സ്നേഹിക്കേണ്ടത്. അള്ളാഹു പടച്ചവൻ ഈ കേൾക്കുന്നത് സന്തോഷത്തോടെ കേൾക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റ് ഭാഗങ്ങൾ ബോഡി വേസ്റ്റ് എന്ന് പറയുന്ന ചില ആളുകളും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് ബോഡി വേസ്റ്റ് അല്ലേ എന്ന്, അല്ലേ? അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരാണ് റസൂലുള്ള? അനുപമ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഫാക്കൻ നബിയീന, ഇമാം ബൂസിരി പാടുന്നു, ആ നബിമാരെല്ലാം മികച്ചു വെക്കുന്നു. ഫി ഹൽക്കിൻ വഫി ഹുലുക്കി, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും. ഹൽക്കിലും ഹുലുക്കിലും, സ്വഭാവവും സൃഷ്ടിപ്പും എല്ലാ നബിമാരെയും കവച്ചു വെക്കുന്നു. വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കറമി, ആ പ്രവാചകന്മാർ നബിയുടെ അടുത്ത് അറിവിലും ഔദാര്യത്തിലും അടുത്തുപോലും എത്തിയിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി ലോകത്തോട് ഹാപ്പി ന്യൂസ് നൽകി, സന്തോഷ വാർത്ത നൽകി. സൂറത്തു സഫിൽ കാണാം, വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മറിയമിൻ്റെ പുത്രൻ ഈസ. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ, മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം ഇസ്രായീൽ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ബനു ഇസ്രായീൽ, ഇസ്രായീല്യരെ, ബനു ഇസ്രായീൽ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹു അയച്ച തിരുദൂതനാണ്.
മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് മുമ്പ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത തൗറാത്തിനെ വാസ്തവീകരിച്ചുകൊണ്ടാണ്, മുസദ്ദിഖൻ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. വമുബശ്ശിറൻ ബിറസൂൽ, ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത നൽകുന്നു ഒരു പ്രവാചകനെ കുറിച്ച്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം ആ റസൂൽ വരും. ഇസ്മുഹു അഹ്മദ്, അവരുടെ നാമം അഹ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാണ് മുഹമ്മദ്, അഹ്മദ്, ഹാമിദ്, മഹ്മൂദ് എന്നൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട്. ഈസാ നബി വന്നിട്ട് എന്തു പറഞ്ഞു? ഇസ്രായേൽ മക്കളെ, ഞാൻ അള്ളാഹു നിങ്ങളിലേക്ക് നിയോഗിച്ച റസൂല, ഞാൻ വന്നിരിക്കുന്നത് എനിക്കു മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിനെ വാസ്തവീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു സന്തോഷവാർത്ത നൽകുന്നു, ഒരു റസൂലിന് വരാനുണ്ട്, എനിക്ക് ശേഷം അവർ ആഗതമാകും, അവരുടെ പേര് അഹ്മദ് എന്നാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മളിൽ ചിലർക്ക് ധാരണയുണ്ടാവും, ഇത് രണ്ടും ഖുർആനല്ലേ, ഖുർആൻ അല്ലാത്ത വേദത്തിൽ നബി തിരുമേനിയെ പറ്റി വല്ല പരാമർശവും ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് ലോകത്ത് കിട്ടുന്ന ബൈബിൾ എന്ന് പറഞ്ഞാൽ കൈകടത്തലുകൾക്ക് വിധേയമായ ബൈബിളാണ്, മാറ്റത്തിരുത്തലുകൾക്ക്, തഹരീഫിന് വിധേയമായ ബൈബിളാണ് ഇഞ്ചീൽ. ഇന്നത്തെ മാറ്റത്തിരുത്തലുകൾക്ക്, കൈകടത്തലുകൾക്ക് വിധേയമായ ശേഷമുള്ള ഇന്നത്തെ ഇഞ്ചീലിൽ, ഇന്നത്തെ ബൈബിളിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. ഒരെണ്ണം പറയാം. യേശു ലോകത്തോട് പറഞ്ഞതായി കാണാം. ബൈബിൾ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ കാണാം. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല. ഞാൻ പോയെങ്കിലേ കാര്യസ്ഥൻ വരികയുള്ളൂ. അദ്ദേഹം സകലവിധ സത്യത്തിലേക്കും നിങ്ങളെ നയിക്കും, കൈപിടിച്ച് കടത്തും. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല. ഞാൻ പോയെങ്കിലേ കാര്യസ്ഥൻ വരികയുള്ളൂ. കാര്യസ്ഥൻ ഉണ്ടോ? അതുപോലുള്ള പരാമർശങ്ങൾ ഇന്നത്തെ ബൈബിളിലുണ്ട്. 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മഹർഷിയാണ് വ്യാസമഹർഷി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഭവിഷ്യപുരാണം. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഭവിഷ്യപുരാണം. ആ പുരാണത്തിൽ 4000 കൊല്ലം മുമ്പാണ്. ആ പുരാണത്തിൽ നബി തിരുമേനിയുടെ പേര് തന്നെ എടുത്തു പറയുന്നുണ്ട്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമദ ഇരിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഒരു വിദേശ ആചാര്യൻ അറേബ്യൻ മണലാരുണ്യത്തിൽ ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത, ശിഷ്യഗണങ്ങളോടൊപ്പം അദ്ദേഹം യാത്രയാകും. മഹാമദ ഇരിഖ്യാത, അവർ അറിയപ്പെടുന്നത് മഹാമദ ഇരിഖ്യാത. മുഹമ്മദ് എന്ന ഖ്യാതി ലോകത്ത് മുഹമ്മദ് എന്നറിയപ്പെടും. മഹാമദ, മുഹമ്മദിൻ്റെ ഇന്ത്യൻ ശബ്ദമാണ് മഹാമദ. മഹാമദ ഇരിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. വ്യക്തമായിട്ടും ഒരാഴ്ച മുമ്പ് വാട്സാപ്പിൽ വന്നിരുന്നു ശ്രീ രവിശങ്കർ. 2 ശ്രീ എന്തിനാണെന്നറിയോ? ഒന്ന് ബഹുമാനപ്പെട്ട, പിന്നെ 1000 ബഹുമാനപ്പെട്ട. രണ്ടാമത്തെ ശ്രീ 1000 കഴിഞ്ഞുള്ള ശ്രീയ. ശ്രീ രവിശങ്കർ ഹിന്ദുക്കളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മുഹമ്മദ് നബിയുടെ നിയോഗത്തെപ്പറ്റി വേദങ്ങളിൽ പരാമർശമുണ്ട്. കൽക്കി അവതാരം മുഹമ്മദ് നബിയാണ്. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ഖുർആനിലേക്ക് പോകാം. ആ പ്രവാചകൻ, ആ നബിയിൽ വിശ്വസിക്കുകയും ആ പ്രവാചകൻ കൊണ്ടുവന്ന അന്യൂന്യമായ അനുപമമായ ആദർശം, ദീനിനെ, ആ പ്രവാചകനിലൂടെ അവതീർണമായ പ്രകാശം
ഖുർആനിനെ അള്ളാഹു പ്രകാശം എന്നാണ് പറഞ്ഞത്. അന്നൂർ, അൽ കിതാബ് എന്നൊക്കെ ഖുർആനിന് പേരുണ്ട്. ആ പ്രവാചകനിലൂടെ അവതീർണമായ പ്രകാശമാകുന്ന ഖുർആനിനെ പിൻപറ്റുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്, അവരാണ് വിജയികൾ. അള്ളാഹു നമ്മളെ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ അഅറാഫ് 156 157 157 ആയത്തെടുത്ത് നോക്കുക. 157 ആയത്ത് സൂറത്തുൽ അഅറാഫ്. الذين يتبعون الرسول النبي الأمي الذين ഒരു കൂട്ടർ يتبعون الرسول النبي الأمي, അല്ലാഹുവിൻ്റെ തിരുദൂതരായ റസൂലായ നബിയായ ഉമ്മിയായ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷര കുഷിയായ ആ പ്രവാചകനെ അനുകരിക്കുന്നവർ, ഫോളോ ചെയ്യുന്നവർ, പിൻപറ്റുന്നവർ. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. ആ പ്രവാചകന്റെ പരാമർശം, ആ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളും അവർ കണ്ടെത്തുന്നു. യജിദൂനഹു മക്തൂബൻ ഇൻദഹും, അവരുടെ അടുക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, തൗറാത്തിലും ഓൾഡ് ടെസ്റ്റിലും പുതിയ ടെസ്റ്റിലും, തൗറാത്തിലും ഇഞ്ചീലിലും ആ പ്രവാചകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവർ കണ്ടെത്തുന്നു. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. കണ്ടോ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ പുണ്യ റസൂലിനെ ഗർഭം ധരിച്ചപ്പോൾ ഒരു സ്വപ്നവും കണ്ടു. ആ സ്വപ്നത്തിൻ്റെ ഫലമാണ് ഞാൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ സുവിശേഷമാണ്. എൻ്റെ ഉമ്മ കണ്ട സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യവുമാണ് എൻ്റെ നിയോഗം എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വ്യക്തമായിട്ടും പറഞ്ഞില്ലേ, എൻ്റെ റസൂൽ, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഇന്ന നുബുവത ഖദിൻഖതഅത്, പ്രവാചകത്വം നിലച്ചു, പ്രവാചകത്വം തീർന്നു. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല, എനിക്ക് ശേഷം ഇനി നബിയില്ല. എൻ്റെയും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉദാഹരണം മസലീമ മസലുൽ അംബിയാഇ മിൻ ഖബലി. നബി തിരുമേനി പറയുകയാണ്, ഒരു വീട് പോലെയാണ്. ഒരു വീട്, ഒരു ഭവനം. ആ ഭവനത്തെ അവരെല്ലാവരും കൂടി നിർമ്മിച്ചു. അതിൻ്റെ മൂലയിൽ ഒരു മൂലക്കല്ല് ബാക്കി വെച്ചു. ഞാനാണ് ആ മൂലക്കല്ല്. എന്നെ കൊണ്ട് അള്ളാഹു ഇസ്ലാമാകുന്ന ഭവനത്തെ പൂർത്തീകരിച്ചു. ഷഫീഉന റസൂലുള്ളാഹി. എന്ത് നല്ല എക്സാമ്പിളാണ് അല്ലേ സുഹൃത്തുക്കളെ. ഇസ്ലാം മുഹമ്മദ് നബി കൊണ്ടുവന്ന മതമല്ല, മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിച്ച മതമാണ്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനാണ്. അവൻ പൊരുത്തപ്പെട്ട ജീവിത വ്യവസ്ഥിതിയാണ് ദീൻ, ഭരണഘടനയാണ് ദീൻ. എല്ലാ നിയമങ്ങളും ഈ ദീനിലുണ്ട്. ആ ദീൻ ആദം അലൈഹിസ്സലാം മുതൽ പ്രബോധനം തുടങ്ങി. നോക്കൂ, അന്ത്യപ്രവാചകനിലൂടെ ആ ദീൻ, ഇസ്ലാമാകുന്ന ഈ മനോഹരമായ സൗധം പണിപൂർത്തിയാക്കി. അതിൻ്റെ മൂലക്കല്ല് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ വന്നു, ആ മൂലക്കല്ലാണ് ഞാനെന്ന്. ആ മൂലക്കല്ലിലൂടെ ഈ സൗധത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇനി ഒരു പ്രവാചകൻ വരികയില്ല. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. പണ്ടൊരാൾ വന്നു, അയാൾ വന്നിട്ട് പറഞ്ഞു, നബി തിരുമേനി പറഞ്ഞ ലാ ഞാനാണ്, ലാ നബിയ ബഅദി. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. പ്രവാചകത്വം തീർന്നു. ലാ എന്ന് പറയുന്നത് നബിയ ബഅദി, എനിക്ക് ശേഷമുള്ള നബിയാണെന്ന് ആ പുള്ളി അർത്ഥം കൊടുത്തു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ലാ എന്നാണ്, മുഹമ്മദ് നബി പറഞ്ഞ ആ നബി ഞാനാണ്, ലാ നബിയ ബഅദി. അങ്ങനെ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഉസ്താദിന് മനസ്സിലായി അല്ലേ?
കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് വന്നയാളല്ലേ മുസൈലിമത്തുൽ കദാബ്, അസ്വദുൽ അൻസി ഒക്കെ. സഹോദരന്മാരെ, ഇനി പ്രവാചകന്മാർ വരികയില്ല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതറാണ്, മെസ്സഞ്ചറാണ്. വഖാതമൻ നബിയ്യീൻ, അമ്പിയാക്കൾക്ക് മുഴുവനും പരിസമാപ്തി കുറിച്ചു കൊണ്ടുവന്ന നബിയാ. നമ്മുടെ നബി അന്ത്യപ്രവാചകനാണ്. ഖാതമുൻ നബിയ്യീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലും നബിയുമായ വേദങ്ങളിലും പുരാണങ്ങളിലും പ്രവചിക്കപ്പെട്ട ആ പ്രവാചകനെ പിൻപറ്റുന്നവർ, ആ പ്രവാചകൻ ആരാണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്നു. യഅ്മുറുഹും, ആ പ്രവാചകൻ ജനങ്ങളോട് കൽപ്പിക്കുന്നു. ബിൽ മഅറൂഫ്, മഅറൂഫിനെ, നന്മയെ കൽപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ, തിന്മയെ, എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളെയും ആ പ്രവാചകൻ ബാൻ ചെയ്യുന്നു, നിരോധിക്കുന്നു. ആ പ്രവാചകന്റെ ദൗത്യം യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ, തിന്മ നിരോധിക്കുന്ന പ്രവാചകൻ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ പരിശുദ്ധമായ പദാർത്ഥങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തരുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികെട്ട വസ്തുക്കളെ, മോശമായ വസ്തുക്കളെ ആ പ്രവാചകൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി തരുന്നു. ഉണ്ടോ? പന്നിമാംസം അല്ലേ, രക്തം, ശ്വാസം മുട്ടി ചത്തത്, കൊന്നത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹലാലായ പദാർത്ഥങ്ങൾ, ത്വയ്യിബായ പരിശുദ്ധമായ പദാർത്ഥങ്ങൾ ഹലാലാക്കി തരുന്നു. അല്ലേ? നിങ്ങൾ പാല് കുടിച്ചോളീൻ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പാല് കുടിച്ചോളീൻ. പാല് എന്താ? പാൽ ആർക്കും ഇഷ്ടമില്ലാത്ത? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല്. പാല് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം അള്ളാഹുവിൻ്റെ ഖുർആനിൽ പാലിനെ പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പാല് കുടിക്കുക, അതിൻ്റെ നെയ്യിലെ രോഗത്തിന് ശിഫയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? പാല് കുടിച്ചു കഴിഞ്ഞ് നബി തിരുമേനി വായ കഴുകുമായിരുന്നു. വാ കഴുകുമായിരുന്നു. എന്തിനാ? ഇന്ന ലഹു ദസമുൻ, അതിന് കൊഴുപ്പുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ പദാർത്ഥങ്ങളൊക്കെ ആ പ്രവാചകൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. നികൃഷ്ടമായതൊക്കെ ബാൻ ചെയ്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടതാണ്, ആടിനെ അറുക്കുന്നു, അതിൻ്റെ അടിയിൽ ആ ബ്ലഡൊന്നും പോവാതെ പാത്രത്തിൽ പിടിക്കുന്നു. സുഹൃത്തുക്കളെ, 20 രൂപയ്ക്ക് വിൽക്കുന്നു ആടിൻ്റെ ബ്ലഡ്. എന്നിട്ടത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചട്ടിയിലിട്ട് വറുത്ത് കഴിക്കുന്നു. ബ്ലഡ്. ഖുർആൻ എന്ത് പറഞ്ഞു ബ്ലഡിനെ പറ്റി? ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു. നിങ്ങൾക്ക് ശവം നിരോധിക്കപ്പെട്ടു. മൈത്തത്ത്, ശവം തിന്നരുത്. വദ്ദമു, ബ്ലഡ്, രക്തം നിങ്ങൾക്ക് ഹറാമാണ്. വലഹ്മുൽ ഖിൻസീർ, പന്നിമാംസം. പന്നിമാംസം മാറല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഞാൻ 2 ആഴ്ച മുമ്പ് മനോരമ ചാനലുമായി നടത്തിയ മരണപ്പെട്ടു പോയ ആ കഥാകൃത്ത്, ഞാൻ ഒരു ജുമായ്ക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു. മരണപ്പെട്ടു പോയ കഥാകൃത്ത് മനോരമ ചാനലുമായി നടത്തിയ അഭിമുഖം ഞാൻ ഈയിടെ കണ്ടു. എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടു. എൻ്റെ ഒരു സുഹൃത്ത് എനിക്കത് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നു. എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് പന്നിയിറച്ചി കഴിക്കണം. ഞാനത് പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അതിനെന്താ കുഴപ്പം? സുഹൃത്തുക്കളെ, ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത, ഒരുപാട് എഴുതിക്കൂട്ടിയ
ഞാൻ ചത്താൽ എന്നെ കരിക്കണം, ഭസ്മമാക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് ഖുർആൻ വല്ലതും മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? എന്തെല്ലാം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമാണോ അതൊക്കെ ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് ഹലാലാക്കി തന്നു. അത് പാനീയമാകട്ടെ, അത് ഭക്ഷണമാകട്ടെ, അതാ പുണ്യ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിശദീകരിക്കാണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും അവരുടെ ഭാരം ആ പ്രവാചകൻ ഇറക്കി വെക്കുന്നു. വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകൾ ആ പ്രവാചകൻ അഴിച്ചു വെക്കുന്നു. നൂറ്റാണ്ടുകളായി ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകളാണ് ആ പ്രവാചകൻ അഴിച്ചു വെച്ചത്. അവരെ മുറുക്കിയിരുന്ന ഭാരമാണ് ആ മുത്ത് ഇറക്കി വെച്ചത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. നാരിയ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു. അല്ലേ? സുഹൃത്തുക്കളെ, സൂറത്തുൽ അറാഫ് 157 ആയത്ത്. അവരുടെ ഭാരം ഇറക്കി വെക്കുന്നു ആ നബി. അവരുടെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചു കളയുന്നു ആ നബി. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ പ്രവാചകനിൽ വിശ്വസിച്ചവർ ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു, ആ നബിയെ ബഹുമാനിക്കുകയും ആ നബിയെ സഹായിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടൊപ്പം ഇറക്കപ്പെട്ട പ്രകാശമാകുന്ന ഖുർആനിനെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ശ്രദ്ധിക്കണേ, ഈ ആയത്തിൻ്റെ അവസാനം അല്ലാഹു പറഞ്ഞത് ഫല്ലദീന ആമനൂ ബിഹി, ആ നബിയിൽ വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു വനസറൂഹു, ആ നബിയെ ബഹുമാനിക്കുകയും ആ നബിക്ക് കരുത്തു നൽകുകയും ആ നബിയെ സഹായിക്കുകയും ചെയ്യുന്നവർ, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ നബി തിരുമേനിക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിൽ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്നവർ, അവരാണ് വിജയികൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു ആ പ്രകാശം ഉൾക്കൊള്ളാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഖുർആനാകുന്ന ആ പ്രകാശം. ഹബീബെ, നമ്മളത് പഠിച്ചില്ലെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ അറിയാതെ പറയും, അല്ലാഹു കാക്കട്ടെ. മനസ്സിലായില്ലേ? ഒരു ഖുർആൻ പഠിച്ച ഒരാൾ അങ്ങനെയൊക്കെ പറയുവോ? എനിക്ക് ഫ്രീഡം വേണം. എന്ത് ഫ്രീഡമാണ്? എന്തും തിന്നാവുന്ന ഫ്രീഡമോ? അവിടെയും ഇവിടെയും കിടന്ന് ചത്ത് പുഴുവരിച്ചത് തിന്നണമെന്നോ? പന്നിയിറച്ചി തിന്നണമെന്നോ? സുഹൃത്തുക്കളെ, ബ്രെയിൻ ഫീവർ എന്ന് പറയുന്ന ഒരുതരം അസുഖം വരുത്തുന്ന നാടപ്പുഴുവിൻ്റെ സങ്കേതമാണ് പന്നി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനറിയില്ലേ പന്നിയുടെ ഫായിദ എന്താന്ന്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു തന്നെ പറയുമല്ലോ, നിങ്ങൾ പന്നി ശാപ്പിട്ടോ. ഈയിടെ ഒരു തുലുക്കൻ പറയുക, മുസ്ലിം പറയുക, ഭയങ്കര ടേസ്റ്റാണ് പോലും പന്നിയിറച്ചി. സുഹൃത്തുക്കളെ, തല്ല് കൊടുക്കാൻ തോന്നി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിം പറയുകയാണ്, പലപ്പോഴും ഞാൻ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ ഞാൻ പന്നിയിറച്ചി ചോദിച്ചു വാങ്ങിച്ച് കഴിക്കാറുണ്ട് പോലും. ആരാ പറഞ്ഞത്? ഈ സമുദായത്തിലെ ഒരു മെമ്പർ, മുസ്ലിം നാമധാരി. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മഹത്വം എന്താ? 3 ആഴ്ചയെ നമ്മൾ പറയുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ബഹുമുഖ ജീവിതം, ബഹുമുഖ പ്രതിഭയാണ്, അനുപമ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് ഇമാം ബൂസിരി ഒരുപാട് പാടി. 2 വരി, കസ്സഹരി ഫീ തറഫിൻ വൽ ബദ്രി ഫീ ശറഫിൻ വൽ ബഹരി ഫീ കറമിൻ വദ്ദഹരി ഫീ ഹിമമി. കസ്സഹരി ഫീ തറഫിൻ, മാർദ്ദവത്തിൽ
അവിടുന്ന് പുഷ്പം പോലെയാണ്. അവിടുത്തെ സ്വഭാവം പുഷ്പത്തിന് സമാനമാണ്. മാർദ്ദവത്തിൽ അവിടുന്ന് പുഷ്പത്തിന് സമാനമാണ്. വൽ ബദ്രി ഫീ ശറഫി, മഹത്വത്തിൽ അവിടുന്ന് പൂർണ്ണ ചന്ദ്രനാണ്. വൽ ബഹരി ഫീ കറമി, ഔദാര്യത്തിൽ കൊടുക്കുന്ന വിഷയത്തിൽ സഹായിക്കുന്ന വിഷയത്തിൽ പരന്നു കിടക്കുന്ന പാരാവാരം കടലു പോലെയാണ്. വദ്ദഹരി ഫീഹി മമീ, ആ പ്രവാചകൻ ധൈര്യത്തിൽ, ആത്മധൈര്യത്തിൽ, ധീരതയിൽ കാലമാണ് എന്തും അതിജീവിക്കുന്ന വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. ആരെപ്പറ്റിയാ പറയുന്നത്? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ ദിക്ർ നാം ഉയർത്തി വച്ചിട്ടുണ്ട്, അങ്ങയുടെ സ്മരണ നാം ഉയർത്തി വച്ചിട്ടുണ്ട്. ഇനി ആരും ഉയർത്തിയില്ലെങ്കിലും നാം അങ്ങയുടെ സ്മരണയെ ഉയർത്തി വച്ചിട്ടുണ്ട്. അള്ളാഹു നബിയെ പറ്റി അങ്ങനെയാ പറഞ്ഞത് അലം നശ്റഹ് സൂറത്തിൽ. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ വിരമിക്കുകയാണ്, സമയം പരിമിതമാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി, മുസ്ലിം, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന മിനൽ അംബിയാഇ ഖബ്ലി, അള്ളാഹു എനിക്ക് 5 അനുഗ്രഹങ്ങൾ നൽകി, ഒരു പ്രവാചകന്മാർക്കും അത് കൊടുത്തിട്ടില്ല. 5 അനുഗ്രഹം അള്ളാഹു എനിക്ക് നൽകി. ഒന്ന്, ഉഅതീതു ശഫാഅഹ്, അള്ളാഹു എനിക്ക് ഷഫാഅത്ത് തന്നു. എല്ലാ നബിമാർക്കും ഒരു ദഅവത്ത് അള്ളാഹു കൊടുത്തിരുന്നു. അവർ ദുനിയാവിൽ വെച്ച് എല്ലാവരും അത് ഉപയോഗിച്ചു. എനിക്ക് അള്ളാഹു തന്ന ദഅവത്തിനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ പാവപ്പെട്ട സമുദായത്തിന് ഷഫാഅത്ത് ചെയ്യാനായി ഞാൻ അതിനെ നാളെ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ, എനിക്ക് അള്ളാഹു ഷഫാഅത്ത് തന്നു. മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു അത് കൊടുത്തെങ്കിലും അതവരെല്ലാം ഉപയോഗിച്ച് തീർത്തു. രണ്ടാമത്തെ മഹത്വം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നുസിർതു ബിർറുഅബ്, അള്ളാഹു എന്നെ സഹായിച്ചു ഭയം കൊണ്ട്. ശത്രുക്കൾക്ക് ഭയം അള്ളാഹു ഇട്ടുകൊണ്ട് അള്ളാഹു എന്നെയും ദീനിനെയും സഹായിച്ചു. നുസിർതു ബിർറുഅബ്. മൂന്നാമത്തത് മുത്തുനബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹില്ലത് ലിയൽ ഗനായിം ലം തഹില്ല ലി അഹദിൻ ഖബ്ലി, അള്ളാഹു എനിക്ക് സമരാർജിത സ്വത്ത്, ഗനീമത്ത് സ്വത്ത്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുക്കുന്ന, അവരിട്ടിട്ട് പോകുന്ന ഗനീമത്ത് അള്ളാഹു എനിക്ക് ഹലാലാക്കി തന്നു. അത് എനിക്ക് മുമ്പ് ആർക്കും അത് ഹലാലാക്കി കൊടുത്തിരുന്നില്ല. കണ്ടില്ലേ? നാലാമത്തെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ, ഈ ഭൂമി മുഴുവനും എനിക്ക് അള്ളാഹു മസ്ജിദാക്കി തന്നു. നമസ്കാരത്തിന് സമയമായാൽ എവിടെയും നമസ്കരിക്കാം. വതഹൂറാ, അംഗസ്നാനത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യാം. ഈ ഭൂമിയെ അള്ളാഹു എനിക്ക് ശുദ്ധീകരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള മസ്ജിദാക്കി തന്നു. ഇത് എൻ്റെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, ബുഇസ്തു ഇലന്നാസി അമ്മ വകാനൻ നബിയു യുബഅസു ഇലാ ഖൗമിഹി. ഓരോ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തിൽ അതാത് സമൂഹത്തിലേക്ക് നിയുക്തരായെങ്കിൽ അള്ളാഹു എന്നെ നിയോഗിച്ചത് മുഴുവൻ മാനവരാശിക്കും വേണ്ടിയാണ്. നാം നേരത്തെ ഓതിയ ആയത്തില്ലേ, സൂറത്തുൽ ആറാഫിലെ 157. അടുത്ത ആയത്ത് ഏതാണെന്നറിയോ? ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനും അള്ളാഹു അയച്ച നബിയാണ്. കണ്ടോ? വെളുത്തവരിലേക്ക് കറുത്തവരിലേക്ക്. ബുഇസ്തു, അള്ളാഹു എന്നെ അയച്ചു. ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ, ഒരു അനറബിയേക്കാൾ അറബിക്ക് മഹത്വമൊന്നുമില്ല. വലാലി അഹ്മർ അലാ അസ്വദ, കറുത്തവനേക്കാൾ ചുവന്നവന് ഗുണമൊന്നുമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് ഇർജുവായ വിട്ടുവീഴ്ചയുള്ള മതത്തോടുകൂടിയ. ബുഇസ്തു, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്
സാരസമ്പൂർണമായ മാതൃകാപരമായ ഉത്തമ സ്വഭാവമായിട്ടാണ്. ബുഇസ്തു മുഅല്ലിമ, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് ഉസ്താദായിട്ടാണ്, ഗുരുവായിട്ടാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ സ്ഥാപിക്കുന്നവൻ. ഗുരു ചെയ്യുന്ന ധർമ്മമാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാർ ഗുരുവാണ്. അള്ളാഹു നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് കുറച്ച് ദീർഘായുസ്സു നൽകട്ടെ. ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഹബീബായ നമ്മുടെ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു തീർന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.